പടവലങ്ങ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നന്നാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുക്കിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഇത് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ കത്തി യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൈപ്പർ ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ കൂടുതൽ ഡീപ്പായി കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ സീഡ്സൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നീട് ചെറുതായി നുറുക്കിയെടുക്കണം. ഇതേമാതിരി. എനിക്കിങ്ങനെ കട്ട് ചെയ്യുന്നതാണ് സൗകര്യം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. കട്ടിംഗ് ബോർഡ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. എനിക്ക് കട്ടിംഗ് ബോർഡ് അത്ര നിർബന്ധമൊന്നുമില്ല. ഇനി അഥവാ വേണ്ടി വന്നാൽ ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റിലാണ് അത് ചെയ്യാറ്. പടവലങ്ങ മുഴുവനും നുറുക്കിയെടുത്തു. ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, പടവലങ്ങ നുറുക്കിയെടുത്തതിനു ശേഷം ഒന്നുകൂടി കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണിത്. ഇനി ഇതെല്ലാം കുക്കിങ്ങിനുള്ള ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം. പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. ഇനി എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ പാടില്ല. പച്ചക്കറികൾക്ക് കുറച്ച് എരിവ് വേണം, അതിനാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ കളർ തന്നെ മാറിപ്പോവും. ഇനി ഇതെല്ലാം വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറികളെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ വെള്ളം എത്രത്തോളം വേണമെന്ന് അറിയാൻ കഴിയൂ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇത് വേകുന്നതിനിടയിൽ ചിരകിയ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും നല്ല മഷി പോലെ അരച്ചെടുക്കണം. തേങ്ങയുടെ ലെവലിന് താഴെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് ഇതേമാതിരി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്തു. പടവലങ്ങ കുക്കായിട്ടുണ്ട്. വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കാൻ പാടില്ല, കാരണം ഈ പച്ചക്കറികളുടെ സത്ത് മുഴുവനും ഈ വെള്ളത്തിലുണ്ട്. മാത്രമല്ല ഇത് ഒഴിച്ചുകറിയല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം അതിന് ആവശ്യമാണ്. വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ പച്ചക്കറികൾ വേവിച്ച ഈ വെള്ളം തന്നെയാണ്. അതുകൊണ്ട് ഇതങ്ങനെ അങ്ങ് വറ്റിച്ച് കളയരുത്. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയതിനു ശേഷം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, അരപ്പ് ചേർത്തതല്ലേ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല. ഇപ്പോഴും ഫ്ലെയിം സിമ്മറിലാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതേമാതിരി ചൂടാക്കി കഴിയുമ്പോൾ അരപ്പിൻ്റെ റോ ടേസ്റ്റ് എല്ലാം പോയി കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി താളിക്കാൻ വേണ്ട വറവുണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം സിമ്മർ ചെയ്യണം. അതിനുശേഷം ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്, കാരണം ഈ വറവ് സാധനങ്ങൾ ചേരുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തു. വറവ് സാധനങ്ങൾ അതിലെ എണ്ണയോട് കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറിയിൽ അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പടവലങ്ങ ഒഴിച്ചു കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എൻ്റെ മറ്റ് വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. താങ്ക് യു.